ചുങ്കത്തറയിലെ അട്ടിമറിക്ക് പിന്നാലെ അൻവറിന്റെ കൊലവിളി പ്രസംഗം. തന്നോടും UDF പ്രവർത്തകരോടും ഭീഷണി വേണ്ടെന്ന് PV അൻവർ. UDF പ്രവർത്തകർക്ക് നേരെയോ തനിക്ക് നേരെയോ ആളെ പറഞ്ഞയക്കുന്നവരുടെ വീട്ടിൽ കയറി തലയ്ക്കടിക്കുമെന്ന ഭീഷണിയും അൻവർ ഉയർത്തി. വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കും, തടിക്ക് ബോധമുണ്ടായിക്കൊള്ളണം, അതിനൊരു തർക്കമില്ല. അപ്പൊ വളരെ സ്നേഹത്തോട് കൂടിയിട്ടേ എനിക്ക് ഇവരെ മദ്യം കൊടുത്തു വിട്ട നേതാക്കന്മാരോട് ഒരു ചെറിയ സൂചന, അഭ്യർത്ഥന പറയും. ഞങ്ങൾ ഈ മദ്യം കൊടുത്തു വിട്ടും മയക്കുമരുന്ന് കൊടുത്തു വിട്ടും UDFന്റെ പ്രവർത്തകരെയും എന്റെ നെഞ്ചത്തേക്കും പറഞ്ഞു വിട്ടാൽ അവരതിന്റെ തൊഴിലാളികളാണ്, നമുക്കറിയാം. വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കും, തടിക്ക് ബോധമുണ്ടായിക്കൊള്ളണം, അതിനൊരു തർക്കമില്ല. നിങ്ങൾ ആക്രമിച്ച് ഒരുപാട് ആളുകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ തലക്ക് അടിക്കുള്ളൂ, മനസ്സിലായോ? ഇതിനു വേണ്ടി ഇവരെ പറഞ്ഞു വിടുന്ന തലകളുണ്ടല്ലോ, അത്ര മാത്രമേ എനിക്കതിനെ സൂചിപ്പിക്കാനുള്ളൂ. രാഷ്ട്രീയം ജനാധിപത്യപരമായി തങ്ങളുടെ ആശയം, തങ്ങളുടെ രാഷ്ട്രീയം പറയാനുള്ള അവകാശവും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഈ രീതിയിലാണ് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. അത്രമാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ. ഒളിച്ചു നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനല്ല ഞാൻ പഠിച്ചിട്ടുള്ളത്, അതിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. CPM ഏരിയ സെക്രട്ടറി നുഷൈബയുടെ ഭർത്താവിന് ഭീഷണി സന്ദേശം അയച്ചുവെന്ന് ആരോപിച്ച് അതിനു മറുപടി പറയുകയായിരുന്നു അൻവർ. ഇപ്പൊ വൈസ് പ്രസിഡന്റ് നുഷൈബ ഭർത്താവ് സുധീറിന് ഏരിയ സെക്രട്ടറിയുടെ ഒരു വോയിസ് മെസ്സേജ് ഉണ്ട്. കുടുംബമടക്കി പണി തീർത്ത് കളയും. നാളെ പോലീസിന് നമ്മളത് കൊടുക്കുന്നുണ്ട്. അൻവറിന്റെ മോട്ടിൽ നടന്നാൽ നിനക്ക് മാത്രമല്ല നിന്റെ കുടുംബമടക്കം. ആരാ പറയുന്നത്? പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി. ഇന്ന് ഇവിടെ ഇങ്ങനെ വെച്ച് കാച്ചിരുന്നല്ലോ. ആ പിണറായിസം ഇങ്ങനെ ബാധിച്ച് ഏരിയ സെക്രട്ടറിയിൽ നിന്ന് ലോക്കൽ സെക്രട്ടറിയിൽ നിന്ന് ബ്രാഞ്ച് സെക്രട്ടറിയിലേക്ക് പിണറായിസം പകർന്നുകൊണ്ടിരിക്കുക. CV അനുമോദ് കൂടുതൽ വിവരങ്ങൾ നൽകും. അനുമോദ്, ഈ ചുങ്കത്തറയിലെ അട്ടിമറിക്ക് ശേഷം ആത്മവിശ്വാസം ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട് അൻവറിന് എന്ന് നമുക്ക് ഈ കൊലവിളി പ്രസംഗം അടക്കം കേൾക്കുമ്പോൾ തോന്നുന്നു. എന്തായാലും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അൻവർ എഫക്റ്റ് നടപ്പാക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം അൻവറിന് സ്വാഭാവികമായും ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ആ സൂചന നൽകുന്ന പ്രസ്താവനകളൊക്കെ ഇതിനിടയിൽ വരികയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഈ കൊലവിളി പ്രസംഗം കൂടി വരുന്നത്. എങ്ങനെ നോക്കിക്കാണണം അൻവറിന്റെ നീക്കങ്ങളെ? ആര്യ, രണ്ട് തരത്തിലാണ് ഇത് കാണേണ്ടത്. ഒന്ന്, രാഷ്ട്രീയമായിട്ടുള്ള അൻവറിന്റെ മറുപടി. രണ്ട്, ആളുകളെ ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഭീഷണി. അതായത് ഒപ്പം നിൽക്കുന്നവർ എന്ത് അക്രമം വേണമെങ്കിലും ചെയ്താലും താൻ അവർക്കൊപ്പം ഉണ്ടാകുമെന്ന തരത്തിലൊരു സന്ദേശം കൂടി പരോക്ഷമായിട്ട് അൻവർ ഇതിന് നൽകുന്നുണ്ട് എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ പറയേണ്ടതുണ്ട്. കാരണം അക്രമത്തിന്റെ ഭാഷ അദ്ദേഹത്തിന് ആദ്യമായിട്ടല്ല അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തുന്നത്. അന്നൊക്കെ അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്ന് വലതുപക്ഷത്തിനെതിരെയാണെന്നെങ്കിൽ ഇന്ന് അദ്ദേഹം തിരിച്ച് ഇടതുപക്ഷത്തിനെതിരെ ഇത് നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കൊലവിളിയും അതേപോലെ തന്നെ അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന തരത്തിലുള്ള പ്രസംഗങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് മുമ്പുണ്ടായെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യം മറ്റൊന്നാണ്. ഒപ്പം തന്നെ സമകാലീനമായിട്ടുള്ള ഈ വിഷയങ്ങളിൽ വീട് കയറി ആക്രമിക്കുമെന്നൊക്കെ പറഞ്ഞുള്ള പ്രസംഗങ്ങൾ നടത്തുമ്പോൾ അത് ഒരുപക്ഷെ പ്രവർത്തകരിൽ നൽകുന്ന ഒരു വല്ലാത്ത ധൈര്യമുണ്ട്. അത് അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കുന്നതാണ്, പ്രേരിപ്പിക്കുന്നതാണ്. അങ്ങനെ ഒരു ഏറെ ജനപിന്തുണയുള്ളൊരു നേതാവ് ഒരു പരസ്യമായിട്ടൊരു വേദിയിൽ ഇത്തരത്തിൽ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ, അക്രമത്തിന് കൂട്ടുനിൽക്കുന്ന തരത്തിൽ പ്രസംഗം നടത്തുന്നത് ഔചിത്യമാണോ എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രകോപനം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ പ്രസംഗിക്കുന്നതെന്ന് അദ്ദേഹം ന്യായീകരിച്ചാൽ തന്നെയും അണികളെ സംബന്ധിച്ച് അത് വലിയ ആത്മവിശ്വാസം നൽകും. പക്ഷേ പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്ന ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഉയർത്തുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള പരാതികൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ എന്ന് ഈ ഘട്ടത്തിൽ വ്യക്തമായിട്ടില്ല. പരാതിയുമായി പോകുമെന്നാണ് നേരത്തെ ഇടതുപക്ഷം അയച്ച മെസ്സേജിന്
അത് ഭീഷണി സന്ദേശമാണെന്ന് കാണിച്ച് പോലീസിന് പരാതി നൽകുമെന്നാണ് അൻവറിന്റെ വിഭാഗക്കാർ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് സംബന്ധിച്ച നടപടികൾ എന്തെല്ലാമാണ് എന്നുള്ളത് നമുക്ക് വരും മണിക്കൂറുകൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ശരി, സേവി അനുമോദാണ് വിവരങ്ങൾ നൽകിയത്.